ഗൈസ് ലാലേട്ടൻ ആറാടുകയാണ്. ഗൈസ് ലാലേട്ടൻ ആറാടി തകർത്ത് തിമിർത്തു. തുടരും മൂവി അടിപൊളി മസ്റ്റ് വാച്ചിങ് മൂവിയാണ്, എന്തായാലും കണ്ടിരിക്കണം. ലാലേട്ടൻ അതുപോലെ പൊളിച്ചിട്ടുണ്ട് ഗൈസ്. ആ ഒരു അഭിനയം, രണ്ട് ഭാവത്തിലുള്ള അഭിനയമാണ് വരുന്നത്. ഫസ്റ്റ് ഹാഫിൽ ലാലേട്ടൻ ഒരു സാധാരണക്കാരനായ ലാലേട്ടൻ, അതായത് മറ്റുള്ളവർ പറയുന്ന പോലെ ഇങ്ങനെ പോകുന്ന ലാലേട്ടൻ. പിന്നെ സെക്കൻഡ് ഹാഫിൽ പടം വേറെ ലെവലാണ്. പടം അങ്ങ് മൊത്തത്തിൽ മാറി. അതായത് നമുക്ക് രണ്ട് പടം ഒരു ഫ്രെയിമിൽ കണ്ട പോലെ തോന്നും. ഫസ്റ്റ് ഹാഫിൽ നല്ല പാവപ്പെട്ട ലാലേട്ടൻ, പാവം ലാലേട്ടൻ കോമഡിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ തമാശയായിട്ട് പോകുന്നു. പിന്നെ കുടുംബത്തെ തൊടുന്നു, കുറച്ച് പ്രശ്നങ്ങൾ വരുന്നു, ഒരു കൊലപാതകമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദൃശ്യം മോഡലാണെന്ന് ചോദിച്ചാൽ ചെറിയൊരു ദൃശ്യത്തിൻ്റെ ഒരു എഫക്റ്റ് അതിൽ വരുന്നുണ്ട്. ആ ഒരു രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വില്ലനെ കൊല്ലാനുള്ള ഒരു എൻട്രിയാണ്, രൗദ്രഭാവം. അതായത് ഇതിൽ കുറേ ലാലേട്ടൻ്റെ ഫേസ് ചേഞ്ചിങ് കാണാം. ചിരിക്കുന്ന മുഖം, കരയുന്ന മുഖം, രൗദ്രഭാവം, വില്ലൻ്റെ മുഖം. അവസാനം വില്ലൻ്റെ മുഖം വരെ നമുക്ക് ലാലേട്ടനെ കാണാം. വില്ലൻ അടിപൊളിയാണ്, നല്ല വില്ലനാണ്, കട്ടയ്ക്ക് നിൽക്കുന്ന, മീൻസ് ചിരിച്ചോണ്ട് കൊല്ലുന്ന ഒരു വില്ലനാണ്. അതുകൊണ്ട് തന്നെ ആണ് ലാലേട്ടന് ഇത്ര ഒരു പ്രാധാന്യം കിട്ടുന്നത്. കാരണം വില്ലൻ എത്രത്തോളം സ്ട്രോങ് ആവുന്നോ അത്രത്തോളമാണ് നായകൻ്റെ എൻട്രി കിട്ടുക, നല്ല ഒരു പഞ്ചിങ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് വില്ലൻ്റെ ഭാഗത്തുനിന്ന് നല്ല ഇതായതുകൊണ്ട് മോഹൻലാലിന് നല്ല രീതിയിൽ എഫോർട്ട് എടുത്ത് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം വില്ലനും അടിപൊളിയാണ്. വില്ലൻ അടിപൊളി ആയതുകൊണ്ട് നല്ല മൂവിയാണ്, മസ്റ്റ് വാച്ചാണ്. പല സീക്വൻസുകളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിൽ ലാലേട്ടനെ തന്നെ കുറേ കളിയാക്കുന്ന ഇതൊക്കെ വരുന്നുണ്ട്, കുറേ അങ്ങനത്തെ കുറേ ഡയലോഗുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ എല്ലാ ഡയലോഗുകളൊന്നും പറയുന്നില്ല, കാരണം അതെല്ലാം സ്പോയിലറാവും. കാരണം ഇതിൽ ഒരു കൊലപാതകം നടക്കുന്നുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ സെക്കൻഡ് ഹാഫ് പോകുന്നത്. അതാരാണെന്നോ എന്താണെന്നോ ഒന്നും പറയുന്നില്ല, കാരണം അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കഥ ഫുള്ള് പറഞ്ഞ പോലെ ആയിപ്പോവും, ട്വിസ്റ്റായിപ്പോവും. അപ്പോൾ ആ ട്വിസ്റ്റ് എന്തായാലും കണ്ടിരിക്കണം, എന്തായാലും മസ്റ്റ് വാച്ച്. നിങ്ങൾ എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ഓസാണ്. കാരണം ആ ഉരുള് പൊട്ടി വരുന്ന ഒരു സീനൊക്കെ ഉണ്ട് മോനെ, അതൊക്കെ കിട്ടില്ല സീനാണ്. എന്തായാലും കണ്ടിരിക്കണം, ഉറപ്പായിട്ടും കണ്ടിരിക്കണം, മിസ് ചെയ്യാൻ പറ്റില്ല. എമ്പുരാൻ പോലെ ഒരു ഇതല്ല പടം ലാഗോ ഇതൊന്നുമില്ല. കോമഡിക്ക് കോമഡി, അത്യാവശ്യം ഇതെല്ലാം ഉണ്ട്, ഇമോഷണൽ എല്ലാം. ഒരു ഫാമിലി ഗുഡ് ഫിലിമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ അടിപൊളിയാണ്. മീൻസ് എഫക്റ്റുകളൊക്കെ, സൗണ്ട് എഫക്റ്റൊക്കെ നല്ല കിട്ടില്ല സൗണ്ട് എഫക്റ്റൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയാണ് മൂവിയാണ്, എന്തായാലും കണ്ടിരിക്കുക. അപ്പോൾ ശരി. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻ പ്രസൻസ്. അതായത് ലാലേട്ടനായിട്ടുള്ള പ്രസൻസ് ഭയങ്കരമാണ്. എപ്പോഴും ലാലേട്ടൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സ്ക്രീനിൽ എപ്പോഴും ഉണ്ടാവും. വില്ലനെ കാണിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ എല്ലാം വില്ലനും ലാലേട്ടനും ലാസ്റ്റത്തേക്ക് ഒരു 1.5 മണിക്കൂറോളം വില്ലനും ലാലേട്ടനും മാത്രമുള്ള ഒരു ക്ലൈമാക്സ് ആണ് വരുന്നത്. ഒരു ഇതാണ്, വേറെ അധികം സീനുകളൊന്നും കയറി വരുന്നില്ല എക്സ്ട്രാ. അപ്പോൾ ആ ഒരു ഇതുള്ളതുകൊണ്ട് ലാലേട്ടൻ്റെ സ്ക്രീൻ പ്രസൻസ് ഭയങ്കരമായിട്ട് കട്ടയ്ക്ക് സ്ക്രീൻ പ്രസൻസ് തരുന്നൊരു ഫിലിമാണ്.